എന്താണ് കളങ്കാവൽ? തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാനമായും തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെട്ടു വരുന്ന കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് കളങ്കാവൽ. ഈ ഭദ്രകാളി ക്ഷേത്രങ്ങൾ മുടിപ്പുരകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭദ്രകാളിയുടെ തിരുമുടിയാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ. തിരുമുടി എന്നാൽ ദേവിയുടെ കിരീടം എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരിക്കപ്ലാവിൽ കൊത്തി ഉണ്ടാക്കുന്ന ചരബിംബത്തെയാണ്, അതായത് ചലിക്കുന്ന ബിംബത്തെയാണ് ഭദ്രകാളി തിരുമുടി എന്ന് പറയുന്നത്. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ മൂർത്തിയുടെ ബിംബം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് എടുക്കാറില്ല. എന്നാൽ തിരുമുടി ഇതിൽ നിന്ന് വിഭിന്നമാണ്. മുടിപ്പുര ക്ഷേത്രങ്ങളിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3, 6, 12 വർഷങ്ങൾ കൂടുമ്പോൾ നടത്തി വരാറുള്ളതാണ് കാളിയൂട്ട് മഹോത്സവം. കാളിയൂട്ട് പറണേറ്റ് എന്നും അറിയപ്പെടുന്നു. കാളിയൂട്ട് മഹോത്സവത്തിലെ പ്രധാന അനുഷ്ഠാനങ്ങളാണ് പോറ്റംപാട്ട്, ദിക്കുബലി, കളംകാവൽ, പറണേറ്റ്, നിലത്തിൽ പോര് എന്നിവ. ഉത്സവ ദിവസങ്ങളിൽ ദാരികവധത്തെ വിവരിക്കുന്ന കഥ പോറ്റംപാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. 9 മുതൽ 70 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവ ദിവസങ്ങളിൽ ദേവിയുടെ തിടമ്പ് അല്ലെങ്കിൽ തിരുമുടി ഏന്തിയ മുഖ്യ പുരോഹിതനായ വാത്തി പല ദിക്കുകളിലും സഞ്ചരിച്ച് ദാരികനെ അന്വേഷിക്കുന്നു. ഈ അനുഷ്ഠാനമാണ് ദിക്കുബലി. ദാരികൻ എന്ന അസുരൻ തൻ്റെ മായാശക്തി ഉപയോഗിച്ച് വ്യത്യസ്ത ദിശകളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. ഭദ്രകാളി ദേവി ഓരോ ദിശയിലേക്കും നീങ്ങി അസുരനെ നേരിടുന്നു. ക്ഷേത്രമുറ്റത്ത് നിലത്ത് പ്രത്യേക വർണ്ണങ്ങൾ ഉപയോഗിച്ച് കളമെഴുതി അതിന്മേൽ ദേവിയുടെ രൂപം വരച്ച് പ്രധാന പുരോഹിതൻ ഭഗവതിയുടെ തിടമ്പ് അല്ലെങ്കിൽ തിരുമുടിയേന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. ഈ അനുഷ്ഠാനമാണ് കളങ്കാവൽ. തൻ്റെ തട്ടകത്തിലെ അല്ലെങ്കിൽ കളത്തിലെ പ്രജകളെ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കുവാനായി ദേവി കാവൽ നിൽക്കുന്നു. ഇതാണ് ഈ ആചാരം അർത്ഥമാക്കുന്നത്. ഭദ്രകാളി ദേവിയുടെ ഈ ഉഗ്രമായ ചലനം അവതരിപ്പിക്കുന്നതാണ് കളങ്കാവലിലെ പ്രധാന ആചാരം. തിരുമുടിയേന്തിയ പുരോഹിതൻ കാളീദേവിയെ പ്രതിനിധീകരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ തിരുമുടി ഉയർത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ കളങ്കാവൽ എന്നത് ദേവിയുടെ ശക്തിയെയും അസുര സംഹാരത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു പ്രധാന അനുഷ്ഠാനമാണ്. കായംകുളത്തിനെതിരായ യുദ്ധത്തിൽ വിജയിച്ച തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ശാർക്കര ദേവീ ക്ഷേത്രത്തിൽ കാളിയൂട്ട് ആരംഭിച്ചതായി പറയപ്പെടുന്നു. വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവം കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവമാണ്. ഈ ഉത്സവം 70 ദിവസം നീണ്ടു നിൽക്കുകയും 3 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുകയും ചെയ്യുന്നു. പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കൊല്ലംകോട് മുടിപ്പുരയിലെ കാളിയൂട്ട് ഉത്സവം. കാളിയൂട്ടിൻ്റെ പ്രധാന ഭാഗമായ ദാരികനെ നിഗ്രഹിക്കുന്നത് അവസാന ദിവസം നടക്കുന്നു. ഈ ചടങ്ങ് പറണേറ്റ് എന്ന് അറിയപ്പെടുന്നു. ദാരികനുമായുള്ള ആകാശയുദ്ധമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ആകാശത്തിലെ യുദ്ധത്തിന് ശേഷം നിലത്തിൽ പോര് ആരംഭിക്കുന്നു. ഇത് ഉഗ്രമായ യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന രംഗമാണ്. 7 യുദ്ധങ്ങളുടെ അവസാനം കാളി ദാരികനെ കൊല്ലുകയും പ്രതീകാത്മകമായി ദാരികൻ്റെ തല വെട്ടുകയും ചെയ്യുന്നു. അനന്തരം ആറാട്ടു കഴിഞ്ഞ് ദേവി പ്രധാന ശ്രീകോവിലിലേക്ക് മടങ്ങുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു.